ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സദ്യയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ മീനില്ലാത്ത മീൻ കറി എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം. മൺചട്ടിയിലാകുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ഇതേപോലെ കഷ്ണങ്ങളാക്കി ഇതിട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ സവാള ഇതുപോലെ നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 3-4 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കായപ്പയ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഒരു നിർബന്ധമില്ല ചേർക്കണമെന്ന്. അപ്പോൾ അതുണ്ടെങ്കിൽ ഇതേപോലെ അരിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഉപ്പ് തിരുമ്മി വയ്ക്കുക. അതിനുശേഷം നന്നായി കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഉപ്പ് തിരുമ്മിയിട്ട് കഴുകിയെടുക്കുന്ന കയ്പ്പയ്ക്ക് അധികം കയ്പ്പ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം. പിന്നെ ഏകദേശം ഇത് മൂന്ന് അത്രയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം തന്നെ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ട് ഇതെല്ലാം തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് 2 ചെറിയ കഷ്ണം കുടംപുളി നന്നായി കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയൊരു പുളി ആവശ്യമുള്ളൂ, അതുകൊണ്ട് കുടംപുളി കുറച്ച് മതിയാവും. ഇപ്പോൾ ഇതെല്ലാം തന്നെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം തന്നെ വെന്ത് വന്നാൽ മാത്രമേ നമ്മൾ നാളികേരപ്പാൽ ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. നാളികേരപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഞാനിതിലേക്ക് 1 കപ്പ് നല്ല തിക്കായിട്ടുള്ള നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു ചെറിയ നാളികേരം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വലിയൊരു നാളികേരമാണെന്നുണ്ടെങ്കിൽ പകുതി മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സിയിൽ കറക്കി എടുത്തിട്ട് ആ പാല് പിഴിഞ്ഞെടുത്തതാണ് 1 കപ്പ്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള പാല് തന്നെ വേണം. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പോ പുളിയൊക്കെ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവുള്ള കാരണം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിൽ പുളി ഇപ്പോൾ പാകത്തിന് പുളിയായിട്ടുണ്ട്, അതായത് മീൻ കറിയുടെ അത്രയും പുളിയുടെ ആവശ്യമില്ല, ഇതിൽ ചെറിയൊരു പുളിയേ വേണ്ടൂ. അപ്പോൾ ഇനി ഇതിൽ കുടംപുളി ഇട്ടിരുന്ന് കഴിഞ്ഞാൽ പുളി ഒന്നും കൂടി കൂടും. അതുകൊണ്ട് ഞാൻ ഇതിലത്തെ കുടംപുളി എടുത്ത് മാറ്റുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സദ്യയുടെ പോലത്തെ തിക്കായിട്ടുള്ള കറിയാണ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നാളികേരപ്പാൽ ഒഴിക്കുന്നതിന് മുന്നേ അതിലുള്ള വെള്ളം എല്ലാം തന്നെ ഒന്ന് നന്നായി വറ്റിച്ചെടുക്കുക. അതിനുശേഷം നാളികേരപ്പാൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സദ്യയുടെ പോലെ തിക്കായിട്ടുള്ള കറി കിട്ടും. ഇപ്പോൾ നാളികേരപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും പാടുള്ളൂ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഉള്ളി കാച്ചി ഒഴിക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ആയിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു 3-4 ചുവന്നുള്ളി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയെല്ലാം തന്നെ മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു നുള്ള് മുളക് പൊടി ഇട്ട് കൊടുക്കാം, ചെറിയൊരു കളറിന് വേണ്ടിയിട്ട്. ഫ്ലെയിം ഓഫാക്കിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇത് നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സദ്യ ടേസ്റ്റിൽ മീനില്ലാത്ത മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ചോറിൻ്റെ കൂടെ കഴിക്കാനായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇത് ചൂടാറുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.